വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. ചുരുങ്ങിയ ചിലവിൽ കുഴൽക്കിണർ കുഴിച്ച് പമ്പ് സെറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു. 5, 6, 7 എന്നീ അളവുകളുള്ള ISI മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു. ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാനനിർണയം നടത്തി കുഴൽക്കിണർ കുഴിച്ചു കൊടുക്കുന്നു. പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ, പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചിലവിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ഹാർഡ്വെയർ, പെരിന്തൽമണ്ണ, പാണ്ടിക്കാട്, കൊപ്പം. ഫോൺ 7510616130 9846 424 518 9846 616 130. വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. കോൺഗ്രസിന്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പദവിയിലെത്തുന്ന ആദ്യ മലപ്പുറത്തുകാരനായി വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ AP അനിൽകുമാർ MLA. നിയമസഭാംഗത്വത്തിൽ 1/4 നൂറ്റാണ്ട് തികയ്ക്കുന്ന അദ്ദേഹത്തിന് പാർട്ടിയിൽ ലഭിക്കുന്ന ഉന്നത പദവി കൂടിയാണിത്. മലപ്പുറം സിവിൽ സ്റ്റേഷനു സമീപം അക്കരപ്പുരയ്ക്കൽ അനിൽകുമാർ അറിയപ്പെടുന്നത് വണ്ടൂരിന്റെ പേരിലാണ്. 5 തവണയാണ് അദ്ദേഹം അവിടെ നിന്ന് MLA ആയത്. 2 തവണ മന്ത്രിയായി. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിച്ചപ്പോൾ തിരഞ്ഞെടുപ്പ് ചുമതല വഹിച്ച് ദേശീയ ശ്രദ്ധയും നേടി. ഇപ്പോൾ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായതോടെ സ്വന്തം രാഷ്ട്രീയ ഗ്രാഫ് കൂടി ഉയർത്തിയിരിക്കുകയാണ് AP അനിൽകുമാർ MLA. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ജില്ലാ കൗൺസിലിലേക്ക് തൃക്കലങ്ങോട് ഡിവിഷനിൽ പരാജയപ്പെട്ടതിനു ശേഷമാണ് 2001 അദ്ദേഹം വണ്ടൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് നിയമസഭയിൽ എത്തിയത്. മലപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ സജീവ KSU നേതാവായി. വളരെ വേഗം ജില്ലാ സെക്രട്ടറിയായി. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റായും സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ആയി. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ സജീവ KSU നേതാവായി. വളരെ വേഗം ജില്ലാ സെക്രട്ടറിയായി. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായി. 31-ാം വയസ്സിൽ തൃത്താലയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചു. 1996 തിരഞ്ഞെടുപ്പിലെ 1400 വോട്ടിന് പരാജയപ്പെട്ടെങ്കിലും അത് വിജയങ്ങളിലേക്കുള്ള ചവിട്ടുപടികളായിരുന്നു. 2001 വണ്ടൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 25 കൊല്ലത്തോളമായി അവിടെ നിന്നുള്ള പ്രതിനിധിയാണ്. ആദ്യ തവണ MLA ആയപ്പോൾ തന്നെ 2004 ഉമ്മൻചാണ്ടി സർക്കാരിൽ സാംസ്കാരികം, ടൂറിസം, പട്ടികജാതി ക്ഷേമം എന്നീ വകുപ്പുകളുടെ മന്ത്രിയായി. ആര്യാടൻ മുഹമ്മദിനു ശേഷം മലപ്പുറം കോൺഗ്രസിലെ മുതിർന്ന നേതാവായി അനിൽകുമാർ വളർന്നത് ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെയാണ്. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും തിരഞ്ഞെടുപ്പ് കമ്മിറ്റികളുടെ ജനറൽ കൺവീനറായി മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. AICC അംഗവും KPCC രാഷ്ട്രീയ കാര്യസമിതി അംഗവും കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയുമാണ്. ഇപ്പോൾ 2021 മുതൽ MLA ആയി തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.